രാജസ്ഥാനിൽ ഒരു ക്രൈസ്തവ പള്ളി ഹൈന്ദവ ക്ഷേത്രമായി മാറിയിരിക്കുന്നു. 2 ദിവസമായി ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഭീതി നിറച്ചിരിക്കുന്ന, ആശങ്ക ഉയർത്തിരിക്കുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുന്നു. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി ഇത് പ്രചരിക്കപ്പെടുന്നു. തീവ്ര നിലപാടുകളുള്ള ഹൈന്ദവ സംഘടനകൾ ഈ വാർത്തയ്ക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യവും പ്രചാരവും അവരുടെ അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ദക്ഷിണ രാജസ്ഥാനിലെ ആദിവാസി മേഖലകളിൽപ്പെട്ട ഒരു ജില്ലയാണ് ബാൻസ്വാഡ. ബാൻസ്വാഡ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിൽ ധാരാളം ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ആയിരക്കണക്കിന് ക്രിസ്തീയ സഭകളുണ്ട്. രാജസ്ഥാനിലെ ഉദയ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചിന് ഈ മേഖലയിൽ ധാരാളം സഭകളുള്ളതായി അറിയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പ്രസ്ഥാനങ്ങൾക്കും കത്തോലിക്ക സഭയ്ക്കും ഈ മേഖലയിൽ ധാരാളം ആരാധനാലയങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളുമുണ്ട്. കൂടാതെ ഈ മേഖലയിലുള്ള ഏറ്റവും ശക്തമായ സഭാ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഗുജറാത്തിലെ ദാഹോദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഷാലോം മിനിസ്ട്രീസ്. തമിഴ്നാട് സ്വദേശിയായ ബിഷപ്പ് വി ദേവദാസ് ആണ് ഈ സഭയുടെ സ്ഥാപകൻ. ആയിരക്കണക്കിന് സഭകൾ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സഭയാണ് ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുന്നതും വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നതും. ബാൻസ്വാഡയിലെ ഗംഗാദലൈ പഞ്ചായത്തിൽ 25 വർഷം മുമ്പ് ഷാലോം മിനിസ്ട്രീസ് ആരംഭിച്ച ഒരു സഭയാണ് ഇപ്പോൾ ക്ഷേത്രമായി മാറിയതായി വാർത്തകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ സഭാ ഹാളിന്റെ ചുമരുകളിൽ കാവി നിറം പൂശിയിരിക്കുന്നു. മാത്രവുമല്ല, പള്ളിക്കകത്ത് കുരിശ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ളത് ശ്രീരാമന്റെ ഒരു ചിത്രമാണ്. ഭിത്തികളിൽ ജയ് ശ്രീറാം എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. ഇന്നലെ, അതായത് മാർച്ച് 9 ഈ പള്ളിക്കകത്ത് ഹൈന്ദവ ആരാധനാമൂർത്തികളിലൊന്നായ ഭൈരവ ദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഈ പള്ളി ഒരു ക്ഷേത്രമായി മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി ഈ വാർത്തകളിൽ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ഗൗതം ഗരാസി എന്ന വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം 30 കുടുംബങ്ങളുമാണ് ഹിന്ദു മതത്തിലേക്ക് ചേർന്നിരിക്കുന്നത് എന്നാണ്. അവരെ ആരും സ്വാധീനിക്കാതെ, ആരും പ്രേരിപ്പിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ ഹിന്ദു മതത്തിലേക്ക് ചേർന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ തങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് ക്രൈസ്തവരായി മാറ്റപ്പെട്ടതാണെന്നും പല സ്വാധീനത്താലാണ് തങ്ങൾ ക്രൈസ്തവരായി മാറിയതെന്നും ഞങ്ങൾ ഇനി മുതൽ ഹൈന്ദവരായി ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു, ആരും ഞങ്ങളെ അതിന് പ്രേരിപ്പിച്ചിട്ടല്ല, ഞങ്ങൾ ഇനി മുതൽ ഹൈന്ദവരാണ് എന്ന് അവർ അവകാശപ്പെട്ടു എന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ സഭയിലെ പാസ്റ്ററായിരുന്ന ഗൗതം ഇപ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജാരിയായി മാറിയിരിക്കുന്നു എന്നുള്ളതുമാണ്. RSSന്റെ ഭാരത് മാതാ മന്ദിർ പദ്ധതിയുടെ ഭാഗമായിട്ടും അവരുടെ പിന്തുണയോടുകൂടിയാണ് ഈ ആരാധനാലയം ക്ഷേത്രമായി മാറിയതെന്നും ഈ മേഖലയിൽ ഇനിയും ഇതുപോലെ വിവിധ ആരാധനാലയങ്ങൾ, ക്രൈസ്തവ പള്ളികൾ ക്ഷേത്രങ്ങളായി മാറുവാൻ പോവുകയാണെന്നും ഒക്കെ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഈ സംഭവത്തിന്റെ അല്ലെങ്കിൽ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്തെന്ന് അറിയേണ്ടതിനു വേണ്ടി നിരവധി ആളുകളുമായി ഞാൻ ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ, ബോധ്യമായ വസ്തുതകൾ ഇതൊക്കെയാണ്. പല വീഡിയോകളിലും കാണുന്നത് പോലെ 130 വർഷം പഴക്കമുള്ള ഒരു ക്രൈസ്തവ ദേവാലയം അമ്പലമായി മാറി എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല. ഈ പ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ട്, ഈ സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് 25 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 20 വർഷം മുമ്പ് മാത്രമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഗൗതം ഗരാസി എന്ന് പറയുന്ന മനുഷ്യൻ ഈ സഭയുടെ ഔദ്യോഗിക പാസ്റ്റർ ആയിരുന്നില്ല, അതിന്റെ ശുശ്രൂഷകനായിരുന്നില്ല. ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഈ ഗൗതം ഗരാസി ആ സഭയുടെ ഒരു എൽഡർ ആയിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള സ്ഥലത്താണ് ഈ ആലയം നിർമ്മിച്ചിരുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.
ഇനി ഇപ്പോഴുണ്ടായിരിക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമായ സംഭവങ്ങൾ ആരംഭിക്കുന്നത് ഗൗതം ഗരാസിയും ഈ ലോക്കൽ സഭയിലെ പാസ്റ്ററും തമ്മിലുണ്ടായ ഭിന്നതയുടെ തുടർച്ചയായിട്ടാണ്. ഈ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഷാലോം മിനിസ്ട്രിയുടെ ലീഡേഴ്സ് ഈ സഭയിലെത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ അവർ പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് വെച്ച തീരുമാനങ്ങളിൽ ഗൗതം ഗരാസിക്ക് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം അതോടെ സഭയുമായി ഇടയുകയും സഭാബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഈ സഭയിലുള്ള മുഴുവൻ വിശ്വാസികളും, അതായത് ഏകദേശം 30ഓളം കുടുംബങ്ങളാണ് ആ സഭയിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഈ മുഴുവൻ കുടുംബങ്ങളും ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരിടത്തേക്ക് മാറി ആരാധന ആരംഭിക്കുകയായിരുന്നു. സഭയുമായി പിണങ്ങിയ ഗൗതം ഗരാസി നേരെ ഹൈന്ദവ നേതൃത്വവുമായി ബന്ധപ്പെടുകയും അവരുടെ താല്പര്യത്തോടുകൂടെ പിന്നീട് കാര്യങ്ങൾ ഈ നിലയിലേക്ക് പുരോഗമിക്കുകയുമായിരുന്നു. സത്യത്തിൽ ഒരു സഭ മുഴുവനായി അതിന്റെ പാസ്റ്റർ ഉൾപ്പെടെ ഹൈന്ദവ മതത്തിലേക്ക് പോയി എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഹൈന്ദവ മതത്തിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയോ അദ്ദേഹത്തിന്റെ മക്കളോ പോലും ഇല്ല എന്നുള്ളതാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. അദ്ദേഹത്തിന്റെ 2 മക്കളിൽ ഒരാൾ ഷാലോം സഭയിലെ തന്നെ പാസ്റ്ററാണ് എന്നുള്ളതും പ്രാധാന്യത്തോടെ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വ്യക്തി മാത്രം അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് നിർമ്മിച്ചിരുന്ന പള്ളിയെ ക്ഷേത്രമാക്കി മാറ്റി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ക്രൈസ്തവ വിശ്വാസത്തിൽ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളെ സംബന്ധിച്ചിടത്തോളം, ആലയത്തിനോ കെട്ടിടത്തിനോ പള്ളിക്കോ വലിയ പ്രാധാന്യമൊന്നുമില്ല. എവിടെ ദൈവജനം ഒന്നിച്ചു കൂടുന്നോ അവിടമാണ് ആരാധനാലയം, അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അങ്ങനെ കുറെ നാളുകൾ ആരാധന നടന്നിരുന്ന ഒരു കെട്ടിടം ക്ഷേത്രമായി മാറി എന്ന് പറയുന്നതിൽ ആർക്കും അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യമില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. പലതും സ്വകാര്യ വ്യക്തികൾ വാങ്ങി മദ്യഷോപ്പുകളോ ബാറുകളോ ഡാൻസ് ഫ്ലോറുകളോ ഒക്കെയാക്കി മാറ്റി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുൻപൊരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ന്യൂയോർക്കിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആദ്യത്തെ ചർച്ച്, അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ആരാധനാലയം അവർ മറ്റൊരു ആലയം വാങ്ങി അവിടേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഈ കെട്ടിടം വേറൊരു ഗ്രൂപ്പ് വാങ്ങുകയും പിന്നീട് അത് ഒരു ഹൈന്ദവ ക്ഷേത്രമായി മാറുകയും ചെയ്തു. ഇപ്പോൾ അതൊരു ഹൈന്ദവ ക്ഷേത്രമാണ്. അപ്പോൾ കെട്ടിടത്തിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്നുള്ളത് പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വ്യാപകമായ പ്രചാരം ലഭിച്ചിരിക്കുന്ന ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിണിതി, രാജ്യവ്യാപകമായി തീവ്ര ഹൈന്ദവ സംഘടനകൾ പല സ്ഥലങ്ങളിലും ക്രൈസ്തവർ ആരാധിക്കുന്ന കെട്ടിടങ്ങളെ ഇതുപോലെ ക്ഷേത്രങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കും. അങ്ങനെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത മൂലം സംഭവിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ ആശങ്കയിൽ അല്പം കാര്യമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ സംഭവത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരേ ഒരു വ്യക്തി മാത്രം തന്റെ ഇഷ്ടപ്രകാരം തന്റെ ഭൂമിയിലുള്ള കെട്ടിടം മാറ്റി ഒരു ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് സംബന്ധിച്ച് രാജസ്ഥാനിലെ ജയ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പാസ്റ്റർ അനു സി സാമുവേൽ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു തന്നു. അത് ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുമ്പോൾ ഈ സംഭവങ്ങളുടെ കുറച്ചുകൂടെ വ്യക്തത മനസ്സിലാക്കുവാൻ സാധിക്കും. ദക്ഷിണ രാജസ്ഥാനിൽ ആദിവാസി മേഖലയായ ബാൻസ്വാഡ ജില്ലയിൽ നടന്നതായ ഏറെ വാർത്താ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായ ഒരു വിഷയത്തിൻ്റെ വിശദീകരണമാണ് ഈ വോയിസ് ക്ലിപ്പിൻ്റെ ഉള്ളടക്കം. ഇന്നലെ, അതായത് 9-ാം തീയതി ഞായറാഴ്ച, ഒരു ക്രൈസ്തവ ദേവാലയം ഹൈന്ദവ ദേവാലയമാക്കി പുനഃസ്ഥാപിച്ചതായ ഒരു സംഭവം ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിക്കുകയും കഴിഞ്ഞ ദിവസവും ഇന്നലെയുമൊക്കെയായി പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുമായ സംഭവമായിരുന്നു ഇത്. അതിനായിട്ടുള്ളതായ ചില അന്വേഷണങ്ങൾ ഞാൻ അടുത്ത വെളിച്ചത്തിൽ ലഭിച്ചതായ
ചില സൂചനകളാണ് ഈ വോയിസ് ക്ലിപ്പിൽ നിന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ബാൻസ്വാഡയിൽ നിന്ന് 60 കിലോമീറ്റർ ഗുജറാത്ത് റോഡിൽ, ദാഹോദ് റോഡിൽ സ്ഥിതി ചെയ്യുന്നതായ സോഡല ഡൂഡ എന്ന് പറയുന്നതായ ഒരു ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. അവിടെ കഴിഞ്ഞ 30 വർഷത്തോളമായി നടന്നതായ ഒരു ക്രൈസ്തവ ദേവാലയത്തെയാണ് ഹൈന്ദവ ദേവാലയമായി അവർ മാറ്റി ഇന്നലെ പരിവർത്തനം ചെയ്യുവാൻ ഇടയായത്. അവിടെ എനിക്ക് ലഭിച്ചതായ, ഞാൻ പലരുമായി സംസാരിച്ചപ്പോൾ ലഭിച്ചതായ ചില സൂചനകൾ, വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് എനിക്ക് ലഭിച്ചത്. എന്നാൽ അതിൻ്റെ ഒരു ക്രോഡീകരിച്ച രൂപമാണ് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായി ഷാലോം മിനിസ്ട്രീസ്, അതായത് ദാഹോദ്, ഗുജറാത്ത് ദാഹോദ് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതായ ഷാലോം മിനിസ്ട്രീസ് എന്ന് പറയുന്നതായ ഒരു സംഘടനയുടെ ഒരു പ്രാദേശിക സഭയാണ് ഈ സോഡല ഡുഡയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഷാലോം മിനിസ്ട്രി എന്ന് പറയുന്നത് തമിഴ്നാട് സ്വദേശിയായ ദേവദാസ് എന്ന് പറയുന്ന ദേവദാസനാണ് അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്. അവർ രാജസ്ഥാനിൻ്റെ വിവിധ സ്ഥലങ്ങൾ, വിശേഷിച്ച് ബാൻസ്വാഡയിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാം രാജസ്ഥാനിലെ ബാൻസ്വാഡ, ഡുംഗപ്പൂർ, ഉദയപൂർ എന്ന് പറയുന്നത് ആദിവാസി മേഖലയും സുവിശേഷീകരണത്തിൻ്റെ നല്ല വേരോട്ടമുള്ളതായ വളക്കൂറുള്ള മണ്ണായിട്ട് തെളിയിക്കപ്പെട്ടതുമായ സ്ഥലമാണ്. നിരവധി സംഘടനകൾ, ഒത്തിരി സംഘടനകൾ അവിടെ സുവിശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന, അനേക ആത്മാക്കൾ നേടിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രത്യേക സ്ഥലമാണ് ബാൻസ്വാഡ എന്ന് പറയുന്നത്, വിശേഷിച്ച് ബാൻസ്വാഡ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ ഗൗതം ഗരാസി എന്ന് പറയുന്നതായ പ്രാദേശിക സുവിശേഷകൻ തൻ്റെ ഭവനത്തോട് ചേർന്നുള്ളതായ വയലിലാണ് ഈ ചർച്ച് ബിൽഡിംഗ് നിർമ്മിച്ചു വെച്ചിരുന്നത്. വർഗീയ ശക്തികൾ തനിക്ക് വേണ്ടി തന്നോട് പ്രഷർ ചെലുത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഒരു പൂജാരിയായി മാറ്റപ്പെടാനുള്ളതായ തീരുമാനമെത്തുകയും ചെയ്തത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. എന്നാൽ ഭാര്യ ആ സ്ത്രീ ഇന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ഗുജറാത്തിൽ അവരായിരിക്കുകയും ചെയ്തു, ജോലി ബന്ധത്തോടെ ആയിരിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ തനിക്ക് എതിർത്ത് നിൽക്കുവാനോ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ടായ സംഭവ ബന്ധത്തിൽ തനിക്കുണ്ടായതായ വലിയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുകയും തൻ്റെ കൂടെ 30-ലധികം കുടുംബങ്ങൾ അങ്ങോട്ടും ഹൈന്ദവ വിശ്വാസം സ്വീകരിപ്പാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ വർഗീയ ശക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ ഘർവാപ്പസി എന്ന് പറയുന്ന നിലയിൽ, വീട്ടിലേക്കുള്ള മടങ്ങിപ്പോക്ക് എന്ന നിലയിൽ അവർ ആ കാര്യത്തെ എടുക്കുകയും ചെയ്യുകയുണ്ടായി. ഇതാണ് അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവാലയത്തെ, ക്രൈസ്തവ ദൈവാലയത്തെ അവർ കാവി പെയിൻ്റ് അടിച്ച് അവർ കാവ്യവൽക്കരിക്കുകയും അതിനുശേഷം അതിനകത്ത് ഭൈറൂജി എന്ന് പറയുന്നതായ ദേവ പ്രതിമയെ സ്ഥാപിക്കുകയും ചെയ്തു. കുരിശിൻ്റെ സ്ഥാനത്ത് അവർ അവരുടെ ഓം എഴുതുകയും മറ്റ് ജയ ശ്രീറാം എഴുതി, അങ്ങനെ വളരെ ആ ആലയത്തെ പൂർണ്ണമായിട്ട് ഒരു ഹൈന്ദവ ദൈവാലയമാക്കി മാറ്റുകയും ചെയ്ത സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. ഗ്രാമീണരായ ആരും തന്നെ എതിർത്ത് നിൽക്കാഞ്ഞത് കൊണ്ടായിരിക്കാം ഒരു വർഗീയ ലഹള ഉണ്ടാകാതിരുന്നത് എന്ന് അനുമാനിക്കാം. ആ നിലയിലുള്ളതായ ഒരു ക്രമീകരണം ഉണ്ടാവുകയും ആ സഭ, ആ ഹോൾ മുഴുവൻ ഒരു ഹൈന്ദവ ദേവാലയമായി തീരുകയും ചെയ്തു. ഇത് ഒരു തുടക്കം മാത്രമെന്നാണ് അവകാശപ്പെടുന്നത്. വിശേഷിച്ച് പ്രാദേശികമായ ആളുകൾ, അല്ലെങ്കിൽ രാജസ്ഥാനിലെ ആദിവാസി മേഖലയുള്ളതായ തദ്ദേശീയരായ സുവിശേഷം അഭിമുഖീകരിക്കുവാൻ പോകുന്ന ഒരു വലിയ വിഷയത്തിലേക്കൂടെ വിരൽച്ചൂണ്ടൽ കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയും ഇത് സംഭവിക്കാനുള്ളതായ സാധ്യതയുണ്ട്. ഇത് വളരെ വാർത്താ പ്രാധാന്യത്തോടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ അവരുടെ ധൈര്യം ക്ഷയിക്കുന്നതായ ഒരു സിറ്റുവേഷൻ കൂടി സംഭവിക്കുന്നുണ്ട്. വിശേഷ ദൈവമക്കൾ ഈ സിറ്റുവേഷനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുകൂടി അപേക്ഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ ഉണ്ടായിരുന്ന ഷാലോം മിനിസ്ട്രീസിന്റെ സഭയുടെ സ്ഥാപകനായിരിക്കുന്ന ബിഷപ്പ് വി ദേവദാസുമായി എൻ്റെ സുഹൃത്ത് പാസ്റ്റർ സജി മാത്യു ബന്ധപ്പെടുകയും ദീർഘമായി സംസാരിക്കുകയും ചെയ്തു. ബിഷപ്പ് ദേവദാസിന് ഇത് സംബന്ധമായി പറയുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പാസ്റ്റർ സജി മാത്യുവിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടെ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കേൾക്കുക, എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുക. ഈ 2-3 ദിവസങ്ങളായിട്ട് ഇന്ത്യയിലെ വാർത്താമാധ്യമങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങൾ, ഇതര സമൂഹങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രാജസ്ഥാനിലെ ബാൻസ്വാഡ ജില്ലയിൽ ഒരു ഗ്രാമത്തിലുള്ള
ഒരു ക്രൈസ്തവ സഭ, പാസ്റ്ററും വിശ്വാസികളുമടക്കം ഹിന്ദു മതത്തിലേക്ക് തിരികെ പോയി എന്നുള്ളത്. പല ക്രൈസ്തവ മാധ്യമങ്ങളിൽ കൂടെയും പല യൂട്യൂബേഴ്സിൽ കൂടെയും ഇത് ഇങ്ങനെ തന്നെ പ്രചരിക്കുക ഉണ്ടായി. ഇന്നും ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് ആണെന്നറിയുവാനായിട്ട് ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു. എനിക്ക് മനസ്സിലായി, ഈ പറയപ്പെടുന്ന ചർച്ച് ഗുജറാത്തിലെ ദാഹോദ് കേന്ദ്രമാക്കി വളരെ ശക്തമായ സഭാസ്ഥാപന, മിഷൻ, ഇതര ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ വി ദേവദാസ് ബിഷപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഷാലോം മിനിസ്ട്രീസുമായി ബന്ധപ്പെട്ട സഭയാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അതനുസരിച്ച് ഇന്ന് രാവിലെ അല്പം മുമ്പ് ഞാൻ ദേവദാസ് ബിഷപ്പുമായിട്ട് ടെലിഫോണിൽ കൂടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ആരാധന ഹാള് പണിയുവാൻ സ്ഥലം തന്ന വ്യക്തി ആ ചർച്ചിലെ ഒരു എൽഡറായിരുന്നു. അദ്ദേഹവും അവിടുത്തെ പാസ്റ്ററും തമ്മിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്യൂസും കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഷാലോ മിനിസ്ട്രീസിൻ്റെ ലീഡേഴ്സ് പോയി ആ പ്രോബ്ലംസ്, ഇഷ്യൂസ് സെറ്റിൽ ചെയ്തിരുന്നു. എങ്കിലും ഈ സ്ഥലം കൊടുത്ത, പള്ളിക്ക് സ്ഥലം കൊടുത്ത ഈ മനുഷ്യന് തൃപ്തിയാകാഞ്ഞതുകൊണ്ട് അദ്ദേഹം സ്വന്തം മനസ്സോടെ ഹിന്ദു മതത്തിലേക്ക് തിരികെ പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ മക്കളോ ആ ചർച്ചിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന 30-ലധികം വരുന്ന കുടുംബങ്ങളോ ആരും തന്നെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് പോയില്ല എന്നുള്ളതാണ് സത്യം. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക്, തൻ്റെ ഭാര്യയോ മക്കളോ പോലും തന്നോടൊപ്പം പോയിട്ടില്ല. അവളുടെ മുഴുവൻ വിശ്വാസികളും ഈ ആരാധനാ ഹാള് തൻ്റെ സ്ഥലത്തായതുകൊണ്ട് അവിടെ പോയി ആരാധിക്കുവാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരു സ്ഥലത്ത് കൂടി ദൈവത്തെ ആരാധിക്കുന്നു. ഇതാണ് സത്യാവസ്ഥ. ഞാൻ ബിഷപ്പ് ദേവദാസുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് തിരികെ വരും. കാരണം യേശു ക്രിസ്തു മാത്രമാണ് പാപവിമോചകൻ, പാപമോചകൻ, രക്ഷകൻ, നിത്യജീവൻ തരുന്നവൻ, പാപപരിഹാരകൻ എന്ന് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്കും യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല. എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാപ്രസ്ഥാനങ്ങളെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാം, പക്ഷെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചെങ്കിൽ ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് തിരികെ വരും. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ബിഷപ്പ് ദേവദാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ പറഞ്ഞു, ബിഷപ്പെ, ഭാരതം മുഴുവനുള്ള, ലോകമെമ്പാടുമുള്ള സഭകൾ, കർത്താവിൻ്റെ വേലക്കാർ എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലാതെ വ്യത്യസ്തമായ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ കേട്ട് വിശ്വസിച്ച് ക്രൈസ്തവ സമൂഹം ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. എനിക്ക് പറയുവാനായിട്ടുള്ളത്, ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുള്ള ആരും തന്നെ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കത്തില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി അഥവാ ആരെങ്കിലും ആ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നെങ്കിൽ നമുക്കൊരാളിനെ എത്ര നാൾ നിർബന്ധിച്ച് നിർത്താൻ പറ്റും? ആളിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിഭ്രാന്തരാകാതെ, അസ്വസ്ഥരാകാതെ, ഭയപ്പെട്ടു പോകാതെ ഒരുമിച്ച് നിന്ന് ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതികൂലങ്ങളെയും പരിശുദ്ധാത്മ ശക്തിയോട് നേരിടുവാൻ ഇന്ത്യയിലെ ദൈവസഭയ്ക്ക് ഇടയാകട്ടെ. നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
അവർക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കാം. ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്രൈസ്തവ വിരോധിയായിരുന്ന ശൗലിനെ ദമസ്കസിലുള്ള ക്രൈസ്തവരെ മുഴുവൻ കൊല്ലുവാനായി പോകുക അധികാരപത്രവുമായി പോയ അടിയാത്രയിൽ യേശു കർത്താവ് നേരിട്ട് സന്ദർശിച്ച് രൂപാന്തരപ്പെടുത്തി ലോകചരിത്രം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനാക്കി മാറ്റിയ കർത്താവ് സുവിശേഷത്തിനെതിരെ, ക്രൈസ്തവ സമൂഹത്തിനെതിരെ, ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന നേതാക്കന്മാരെ, വ്യക്തികളെ ശൗലിനെ സന്ദർശിച്ചതുപോലെ സന്ദർശിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുന്ന ദിവസങ്ങൾ ഏറ്റവും അടുത്തെത്തി. അത് നമ്മൾ റിപ്പോർട്ടുകൾ, അത് ഇന്ത്യയിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ സജി മാത്യു, ഗുജറാത്ത്.